നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ജയസൂര്യൻ സാർ, പുതിയൊരു ക്ഷേത്രമൊക്കെ വരാൻ പോവുകയാണ് നമ്മുടെ കേരളത്തില്. അവിടെ പ്രതിഷ്ഠ നിങ്ങളുടെ ഭഗവാനാണോ ആയിരിക്കുന്നതെന്ന് വിരൽ ചൂണ്ടി ചോദിച്ച, ഗുരുവായൂർ നടയിൽ നിന്നുകൊണ്ട് വിരൽ ചൂണ്ടി ചോദിച്ച ഒരു വിദ്വാനാണ് പ്രതിഷ്ഠയൊക്കെ ആയി വരുന്നത്. പിണറായി വിജയൻ എന്നാണ് അയാളുടെ പേര്. അത്തരത്തിൽ പിണറായി വിജയന് ക്ഷേത്രം നിർമ്മിക്കുന്ന തിരക്കിലാണ് പിണറായി വിജയനും അയാളുടെ പിടിയാളുകളും എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് കേരളത്തില്. കാരണം ഒരു വ്യക്തി പൂജ എന്നുള്ളത് ഒരു വിഗ്രഹാരാധന എന്ന രീതിയിലേക്ക് പിണറായി വിജയനെ മാറ്റിയെടുക്കുന്ന തിരക്കിലാണ് ഇവിടുത്തെ അടിമക്കൂട്ടങ്ങളായിട്ടുള്ള പ്രബുദ്ധ മലയാളി സഖാക്കന്മാർ. അതിൽ പ്രത്യേകിച്ച് ഹിന്ദു സഖാക്കന്മാർ തന്നെ എന്ന് പറയേണ്ടതുണ്ട്. അത്തരത്തിൽ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് സാർ പിണറായി വിജയന്റെ പേരിൽ നമ്മുടെ ജയലളിത മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അവരുടെ പേരിലൊക്കെ ക്ഷേത്രം വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ വരാൻ സാധ്യതയുണ്ടോ? എങ്ങനെയാണ് സാറിന്റെ ആ ഒരു നിരീക്ഷണം വരുന്നത്? കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ട് ക്ഷേത്രം പണിയുന്ന ലക്ഷണമെല്ലാം ഒത്തു വന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലപാട് ഈ മതങ്ങൾക്കെതിരാണ്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നൊക്കെ പറഞ്ഞു. അത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ വ്യക്തി ആരാധന പാടില്ല. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഖ്യാപിത പ്രത്യയശാസ്ത്ര നിലപാടാണ്. വ്യക്തി ആരാധന പാടില്ല. അതുകൊണ്ട് പണ്ടൊക്കെയാണ് പേര് പോലും പറയുമായിരുന്നില്ല, സഖാവ് എന്ന് മാത്രമേ പറയുള്ളൂ. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഏതാണ്ട് ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന കാലം വരെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെയും പടം ഒരു പോസ്റ്ററിലോ ബോർഡിലോ മതിലിലോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അന്നാകെ കാണുന്നത് കാറൽ മാക്സ്, എംഗൽസ്, ലെനിൻ, മാവോ, ഈ 4 പേരുടെ പടമാണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ സ്റ്റാലിന്റെ പടവും കൂടെ വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യക്ക് പുറത്തുള്ള മരിച്ചുപോയ ആൾക്കാരുടെ മാത്രം പടമാണ് പിന്നെ ഞാൻ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്താ കാണുന്നത്? ഇപ്പോൾ നമ്മുടെ രാജ്യത്ത്, സംസ്ഥാനത്ത്, ജില്ലയില്, പഞ്ചായത്തില്, ഏരിയയില്, ലോക്കലില് ഉള്ള എല്ലാ നേതാക്കന്മാരുടെയും പടം ഫ്ലെക്സ് ബോർഡുകളിൽ കാണുന്നു, മതിലുകളിൽ കാണുന്നു, അങ്ങനെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറയുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിന്റെ പ്രഖ്യാപന നിലപാടുകളിൽ നിന്ന് പുറകോട്ട് സഞ്ചരിക്കുകയാണ്. എങ്കിലും ഈ അടുത്ത കാലത്ത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ജയരാജന്മാരുടെ വാഴ്ത്തുപാട്ടുകളൊക്കെ വന്നപ്പോ പാർട്ടി വളരെ ശക്തമായി ഇടപെടുകയും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഫാൻസ് അസോസിയേഷൻ വേണ്ട, സേന വേണ്ട, പാട്ട് വേണ്ട, പ്രചരണം വേണ്ട, പേര് വിളിച്ചുള്ള മുദ്രാവാക്യം വേണ്ട, കർശനമായ താക്കീത് പാർട്ടി കൊടുത്തു. അതേ പാർട്ടിക്ക് അന്ന് നേതൃത്വം കൊടുക്കുന്ന, ഇന്നും നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനെ ഇപ്പോൾ കാരണഭൂതൻ എന്ന് പറഞ്ഞ് നേരത്തെ ഒരു പാട്ട് ഇറങ്ങി, അത് സഹാക്കന്മാരെല്ലാം കൂടെ ഹിറ്റാക്കി. അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും പുതിയ പാട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ പാട്ടുകൾ പാടുന്നതിന്റെ പിന്നിലുള്ള ചേതോവിഹാരം വളരെ കൃത്യമാണ്. ഈ പുതിയ 2ാമത്തെ പാട്ട് വന്നതിന്റെ കാര്യം എന്താ? ആരാണ് പാടിയത്? ഞാൻ അതേക്കുറിച്ചൊന്ന് പഠനം നടത്തിയപ്പോഴാണ് അറിയുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ താൽക്കാലിക ജീവനക്കാരൻ എഴുതിയതാണ്. ഈ താൽക്കാലിക ജീവനക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കും പാവത്തിന് ജോലി കിട്ടാഞ്ഞിട്ട് അയാള് വിഷമിക്കുന്നത് കണ്ട് താൽക്കാലികമായി ജോലി കൊടുത്തു എന്ന്. അങ്ങനെയല്ല. ഇയാൾ സർവീസിലിരുന്ന് പെൻഷൻ പറ്റി പിരിഞ്ഞിട്ട് ആർത്തി മൂത്ത് പിന്നെയും പാർട്ടിയെ പിടിച്ച് സോപ്പിട്ട് താൽക്കാലിക ജീവനക്കാരനായി ഒന്നുകൂടെ അകത്ത് കയറിയിരിക്കുകയാണ്. അപ്പൊ പിന്നെ പാട്ട് എഴുതാതിരിക്കാൻ പറ്റിയല്ലോ. എന്നാൽ ഒരു ബുദ്ധിമാൻ ഈ പാട്ട് എഴുതിയെന്നും കറിഞ്ഞ് 100 കണക്കിന് സെക്രട്ടേറിയറ്റ് ജീവനക്കാര് ഒരേ യൂണിഫോമിൽ സാരിയൊക്കെ ഉടുത്ത്, ബ്ലൗസൊക്കെ ഇട്ട്, അതുപോലെ ഷർട്ടും ഒക്കെ ഇട്ട് വന്ന് ഈ പാട്ട് പാടിയാൽ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? ഇവര് കാണിക്കുന്ന സകല കൊള്ളരുതായ്മകൾക്കും നിയമവിരുദ്ധമായ നിലപാടുകൾക്കും മുഖ്യമന്ത്രിയുടെ അനുഗ്രഹവും അനുഗ്രഹാശിസുകളും കൂടാതെ ശമ്പളവും കിമ്പളവും എല്ലാം കിട്ടണം, പെൻഷനും കിട്ടണം. അതിനുവേണ്ടി പാടിയ പാട്ടാണ്. എന്നാൽ പിണറായി വിജയൻ ഇതൊന്നും മനസ്സിലാക്കാത്ത ആളല്ലല്ലോ, ഇതൊന്നും അറിയാത്ത ആളല്ലല്ലോ. പക്ഷേ അധികാരം തലയ്ക്ക് പിടിച്ച് മത്ത് പിടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോരട്ടെ, പാട്ടാണേ പാട്ട്. അപ്പോൾ സെക്രട്ടേറിയറ്റ് ജീവനക്കാര് പാട്ട് പാടുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, പണ്ട് നാട്ടുരാജാക്കന്മാരും നമ്മുടെ രാജാക്കന്മാരും ഒക്കെ പാണന്മാരെ കൊണ്ട് പാട്ടെഴുതിച്ച് നാട് നീളെ നടന്ന് അത് പ്രചരിപ്പിക്കുമായിരുന്നു. ഇനിയിപ്പോൾ അടുത്തതായിട്ട് വരാൻ പോകുന്നത് ഇതൊരു യൂണിയനാണ് ചെയ്തത്. ഇതൊരു തൊഴിലാളി യൂണിയന്റെ വകയാണ് ഈ പാട്ട്. അടുത്ത തൊഴിലാളി യൂണിയന്റെ വക നൃത്തമായിരിക്കും വരുന്നത്. അതായത് ട്രാൻസ്ഫർ വേണ്ടവര്, സ്ഥാനക്കയറ്റം വേണ്ടവര്, ജോലിയിൽ സ്ഥിരപ്പെടുത്തേണ്ടവര് എന്നിവരുടെ ഗംഭീരമായ ഡാൻസ് ആയിരിക്കും പിണറായി വിജയന്റെ തിരുമുമ്പിൽ നടക്കാൻ പോകും. അങ്ങനെ അടുത്ത യൂണിയൻ ഡാൻസ് നടത്തി കഴിയുമ്പം മറ്റേ യൂണിയൻ, ഇനിയുണ്ട് വേറെ യൂണിയൻ,
ആ യൂണിയൻ ചിലപ്പോൾ അതിനപ്പുറത്തെ ഡാൻസ് കാണിക്കും. ഏതോ ഒരു പ്രത്യേകതരം ഡാൻസ് ഉണ്ടല്ലോ, ഞാൻ അതിന്റെ പേര് പറയാൻ കൊള്ളുകയല്ല, പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. അങ്ങനെയുള്ള ഒരു ഡാൻസ് ഉണ്ടല്ലോ, അപ്പൊ അതും, അതായത് കാണിക്കേണ്ടതെല്ലാം കാണിച്ചിട്ടുള്ള ആ ഒരു ഡാൻസും കൂടെ കഴിയുമ്പോൾ തമ്പുരാന് കുറെ കൂടെ പ്രീതി വരും. ഇത് കഴിയുമ്പോൾ ഈ ഗതികെട്ട് നിൽക്കുന്ന ചില യൂണിയനുകളുണ്ട്. ഇപ്പോ KSRTCയിലെ യൂണിയൻ ആത്മഹത്യയാണ് അവരുടെ ഇപ്പോഴത്തെ അവസാനത്തെ ആശ്രയം. KSEBക്കാർ ഓർത്തിരിക്കുന്നത് ഞങ്ങൾക്ക് ആത്മഹത്യയൊന്നും ചെയ്യേണ്ടി വരികയില്ല, ഞങ്ങൾക്ക് ഡ്രൈവർമാർക്ക് പോലും ലക്ഷക്കണക്കിന് രൂപ ശമ്പളമുണ്ട്, അതുകൊണ്ട് എന്ന് കരുതിയിരിക്കുകയാണ്. പക്ഷെ ഓർക്കണം, KSEB പോലും ആയിരക്കണക്കിന് കോടി രൂപ കടം മേടിച്ചിട്ടാണ് ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് KSEBയിൽ ശമ്പളം മുടങ്ങും. അങ്ങനെ ശമ്പളം മുടങ്ങുമ്പോൾ ഈ പറഞ്ഞ പിണറായി വിജയൻ വേണം രക്ഷിക്കാൻ. അങ്ങനെയെങ്കിൽ അവര് ഈ അടുത്ത നടപടി എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിന് ക്ഷേത്രം പണിയാൻ ഒരുങ്ങാൻ സാധ്യതയുണ്ട്. പിന്നെ എനിക്ക് കൃത്യമായിട്ട് യൂണിയന്റെ പേര് പറയാൻ മടിയുണ്ട്, എങ്കിലും വേറൊരു യൂണിയൻ ആലോചിക്കുന്നത് ക്ഷേത്രം എവിടെ പണിയണം, അതിന് സർക്കാർ സ്ഥലം അനുവദിക്കുമോ, എത്ര ഏക്കർ ഭൂമി വിട്ടുകിട്ടും, ആരെ കൊണ്ടാണ് സ്ഥാനം നോക്കിപ്പിക്കേണ്ടത്, തന്ത്രിയായിട്ട് നിയമിക്കേണ്ടത് ആരെയാണ് എന്നൊക്കെയുള്ള ആലോചനകൾ ആരംഭിച്ചെന്നാണ് കേൾക്കുന്നത്. അപ്പൊ ഇവരിതെല്ലാം കൂടെ കൂട്ടി അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്മാരകം പണി. അങ്ങനെ സ്മാരകം പണിയുമ്പോൾ പിണറായിയിലെ പാറപ്പുറത്ത് ഒരു ക്ഷേത്രം പണിയണോ, അതോ സെക്രട്ടേറിയറ്റിന്റെ മുറ്റം പതിച്ചെടുത്ത് അവിടെ തന്നെ ക്ഷേത്രം പണിയണോ? EMSന്റെ പ്രതിമ ഒക്കെ സ്ഥാപിച്ചല്ലോ പുറത്ത്. ഇതങ്ങനെയല്ല, സെക്രട്ടേറിയറ്റിന്റെ അകത്ത് തന്നെ ക്ഷേത്രം പണിയണോ എന്നുള്ള രീതിയിൽ ഈ യൂണിയൻകാർ തീരുമാനിക്കും. ഇവിടെ എല്ലാം തീരുമാനിക്കുന്ന യൂണിയൻ ആണല്ലോ. അപ്പൊ യൂണിയൻ അങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് അപ്പീലൊന്നുമില്ല, ആരും അതിനുവേണ്ടി അന്വേഷണം നടത്താൻ പോകുന്നില്ല, കോടതിയിലും പോകാൻ പോകുന്നില്ല, കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെ ലോക ചരിത്രത്തിൽ ആദ്യമായി ക്ഷേത്രം പണിത കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നുള്ള നിലയിലേക്ക് പിണറായി വിജയൻ ഉയരാൻ പോവുകയാണ് എന്ന് നിസ്സംശയം പറയാം. ആ രീതിയിലാണ് ഈ യൂണിയൻകാരുടെ നാണം കെട്ട പോക്ക്. സാർ, ഇത് ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുമോ ഈ ക്ഷേത്രം? ഈ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന് വേണമെന്ന് അവരും, കൊച്ചിയിൽ വേണമെന്ന് അവരും, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണമെന്ന് അവരും വാശി പിടിച്ചാൽ അതിനൊരു കോംപ്രമൈസ് വേണ്ടി വരും. ഈ 3 ദേവസ്വം ബോർഡിന്റെ കീഴിലും പിണറായിക്ക് ഓരോ ക്ഷേത്രം പണിയണം എന്ന് വരും. അങ്ങനെ ക്ഷേത്രം പണിയുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. ഈ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഉപദേവൻ, ഉപദേവാലയം ഒക്കെ വേണം. അപ്പൊ പിണറായി വിജയനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഭഗവതിയെ പ്രതിഷ്ഠിക്കേണ്ടി വരും. പിന്നെ ശിവനെ പ്രതിഷ്ഠിക്കുന്നിടത്തൊക്കെ ഗണപതി പുത്രനെ പ്രതിഷ്ഠിക്കണമല്ലോ എന്ന് പറഞ്ഞാൽ ഗണപതിയെ പ്രതിഷ്ഠിക്കേണ്ടി വരും. അങ്ങനെ പല കാര്യങ്ങളും പ്രതിഷ്ഠിക്കേണ്ടി വരും. അപ്പോ ഒരു ക്ഷേത്രത്തിലോട്ട് കയറിയാൽ ഉപദേവാലയങ്ങളിൽ എല്ലാം പോയി ദർശനം നടത്താനുള്ള അവസരവും ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അതിനൊക്കെ ബിരുദന്മാരായിട്ടുള്ളവരാണ് ഈ ക്ഷേത്രം പണിയാൻ പോകുന്നത്. സാറേ, ഇപ്പൊ ഇവരുടെ ഈ പാർട്ടിക്കിടയിൽ ഇപ്പൊ നമ്മൾ കണ്ടു, ആലപ്പുഴയിലെ സജീവ, പണ്ട് നമ്മുടെ നമ്പൂതിരിമാരുടെ ജെട്ടിയൊക്കെ തെരഞ്ഞൊരു വിദ്വാൻ ഉണ്ടായിരുന്നു. ആ വിദ്വാന്റെ ഒക്കെ മാനസികാവസ്ഥയൊക്കെ ഒന്ന് വളരെ മാറിയിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ ഈ വ്യക്തി പൂജ അതല്ലെങ്കിൽ ഈ ക്ഷേത്ര നിർമ്മാണത്തിലേക്ക് ഇവർ എത്തി നിൽക്കുന്ന ഈ പിണറായി വിജയനെതിരെ ഈ പാർട്ടിയിൽ വല്ല താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെയോ നേതാക്കൾക്കിടയിലോ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ സാർ? അങ്ങനെ വല്ല വിവരമുണ്ടോ? പാർട്ടിക്കിടയില് ഇത് കാര്യമായ ചിരി ഉണർത്തുന്നുണ്ട്, രോഷമുണർത്തുന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം നടക്കണമെങ്കിൽ കൂടെ നിൽക്കണം. അതുകൊണ്ട് ആരും ഒന്നും പുറത്തു പറയാൻ പോകുന്നില്ല. എന്തൊക്കെ പ്രതിഷേധമുണ്ടെങ്കിലും, എന്തൊക്കെ ഹാസ്യാത്മകമായ നിലപാടുകളുണ്ടെങ്കിലും, മിണ്ടിപ്പോയാൽ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് എന്തും ചെയ്യുന്ന തമ്പുരാനായതുകൊണ്ട് ആരും അവിടെ പ്രതിഷേധിക്കാനൊന്നും പോകുന്നില്ല. മാത്രമല്ല, അനുകൂലമായ ചില ഘടകങ്ങൾ ഉണ്ടായെന്ന് വരും. ഇപ്പോഴും വെളിച്ചപ്പാട് എന്നുള്ളത് DYFIക്ക് കൊടുക്കണം, അതോ CITUവിന് കൊടുക്കണോ എന്നുള്ള തർക്കമൊക്കെ വന്നിട്ട്, ക്ഷേത്രമാകുമ്പോൾ വെളിച്ചപ്പാടും ഒക്കെ വേണമല്ലോ. അങ്ങനെ വെളിച്ചപ്പാടുകളൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. പിന്നെ അവിടെ ഈ പാർട്ടിക്കകത്തെ പ്രതിപക്ഷം ഉണ്ടല്ലോ, ഇതൊന്നും കണ്ടിട്ട് സഹിക്കാൻ വയ്യാത്ത പ്രതിപക്ഷം പിണറായി ക്ഷേത്രത്തിൽ ഭരണിപ്പാട്ട് പാടാനും സാധ്യതയുണ്ട്. ഇപ്പൊ ഈ PJ ആർമി എന്ന് പറയുന്ന പുതിയൊരു ആർമിയൊക്കെ കണ്ടവർ തന്നെയായിരുന്നു കേരളത്തിലെ. കാരണം നമ്മൾ ഒരുപാട് ആർമികളെ കണ്ടിട്ടുണ്ട്. റഷ്യൻ ആർമി, അമേരിക്കൻ ആർമി, ഇന്ത്യൻ ആർമി, അതേപോലെ കണ്ണൂരിൽ പ്രത്യേകമായിട്ട് PJ ആർമി. ആ ആർമിയും ഈ പിണറായി വിജയന്റെ ക്ഷേത്ര ആർമിക്കാരും തമ്മിൽ യുദ്ധമുണ്ടാകാൻ സാധ്യത ഉണ്ടോ സാർ, കണ്ണൂർ വിഭാഗവുമായിട്ട്? അതിനുള്ള സാധ്യത തീർച്ചയായിട്ടും കാണുന്നുണ്ട്. കാരണം ഏത് കാര്യത്തിലാണോ അവരൊക്കെ കുറ്റം ഏറ്റുവാങ്ങി, ശിക്ഷ ഏറ്റുവാങ്ങി പുറത്തിറങ്ങി നിൽക്കുന്നത്,
അതേ കാര്യങ്ങൾ ഇപ്പോൾ പിണറായിയുടെ പേരിൽ സംഭവിക്കുമ്പോൾ ആർക്കും എതിർപ്പില്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പരസ്പരം ഗോഗ്വാവിളിയും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഈ ശൈലിയിലുള്ള പോക്ക് പാർട്ടിയെ പിളർത്താനും സാധ്യതയുണ്ട്. അതായത് പിണറായി ഭക്തന്മാര് ഒരു വശത്തും പിണറായിയെ സഹിക്കാൻ വയ്യാത്തവർ മറുവശത്തുമായി നിന്നുകൊണ്ട് ഒരു പാർട്ടിയിലെ നെടുകെ ഒരു പിളർപ്പുണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ നെടുകയുള്ള പിളർപ്പുണ്ടാവുകയാണ് എങ്കിൽ പിണറായിയോടൊപ്പം മുസ്ലിങ്ങളും മറുവശത്ത് ഹിന്ദുക്കളും അണിനിരക്കുകയും ഒരു ഹിന്ദു പാർട്ടിയും ഒരു മുസ്ലിം പാർട്ടിയും ഈ CPM പിളർന്ന് പുറത്തു വരാനും ആണ് സാധ്യത. കാരണം കേരളത്തിന്റെ 33% വോട്ട് ബാങ്ക് മുസ്ലിം ഉള്ളത് കൊണ്ടും ഇവിടുത്തെ ഭീകര മുസ്ലിം സംഘടനകളെ ഒക്കെ കൂട്ടം നിർത്തിയിരിക്കുന്നത് കൊണ്ടും കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് മരുമകനിലൂടെ അത്തരം സംഘടനകളിലേക്ക് വളർത്തിയെടുക്കാൻ പിണറായി വിജയന് എളുപ്പമാണ്. അങ്ങനെ വരുമ്പോൾ പിണറായി അധികാരത്തിൽ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള പിന്തുണ ഇസ്ലാമിക വോട്ട് ബാങ്കിൽ നിന്ന് ശേഖരിക്കാൻ അവർ തയ്യാറാകും. അപ്പോൾ ആ ഇസ്ലാമിക അടിമത്തം പേറുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സഹിക്കാൻ വയ്യാത്ത ഒരു വിഭാഗം, ഹൈന്ദവ വിഭാഗം പാർട്ടി വിട്ടുപോവുകയും ചെയ്യും. പിന്നെ പറയത്തക്ക ക്രിസ്ത്യൻ വിഭാഗം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ക്രിസ്ത്യൻ നേതാക്കൾ ഇനിയും അവശേഷിക്കുന്നവരുണ്ടെങ്കിൽ അവരെ വീതിച്ചെടുക്കാനോ അല്ലെങ്കിൽ വീതം വെച്ച് രണ്ടു വശത്തേക്ക് മാറാനോ ആണ് സാധ്യത. എന്തായാലും CPM പൊട്ടിപ്പിളർന്ന് ഒരു മുസ്ലിം CPM-ഉം ഒരു ഹിന്ദു CPM-ഉം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. സാറേ, മറ്റൊന്നാണ് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടത്. ഇപ്പൊ അത്തപ്പൂക്കള വിവാദമൊക്കെ വന്ന സമയത്ത്, അതായത് സർക്കാർ സ്ഥാപനങ്ങളുടെ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലൊന്നും ഈ പറയുന്ന വർക്കിംഗ് ഹവേഴ്സിൽ ഒരിക്കലും അത്തപ്പൂക്കളം ഇടാനോ ഇത്തരത്തിൽ ഒരു ആഘോഷത്തിനും ഇടപെടാനോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് പൂക്കളത്തിനെതിരെയൊക്കെ ഈ പറയുന്ന പിണറായി വിജയൻ രംഗത്ത് വന്നതൊക്കെ പച്ചയ്ക്ക് കണ്ട ഒരു ജനത തന്നെയാണ് മലയാളികൾ, പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹം എന്നെടുത്ത് പറയേണ്ടതുണ്ട്. അപ്പോൾ അതുമായിട്ട് ഇന്നിപ്പോൾ പിണറായി വിജയനെ പുകഴ്ത്താനോ പിണറായി വിജയന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പാട്ടുകൾ ഇറക്കാനോ ഭക്തിഗാനമോ ക്ഷേത്രം ഇറക്കാനോ ഒന്നിനും ആർക്കും ഒരു എതിർപ്പോ അല്ലെങ്കിൽ അതിന്റെ ഒരു നിബന്ധനകൾ പോലും വെക്കാത്ത രീതിയിൽ മാറുന്നത് ഇതിന്റെ രണ്ടിന്റെ ഒരു ഇരട്ടത്താപ്പ് കൂടി കൂട്ടിച്ചേർക്കേണ്ടതല്ലേ സാർ? തീർച്ചയായിട്ടും കൂട്ടിച്ചേർക്കേണ്ടതാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലപാടുകള് ഹിന്ദുവിനോട് മാത്രമേ ഇവര് ചെലവാക്കാൻ തയ്യാറാവുന്നുള്ളൂ. ഒരിക്കലും മുസ്ലിമിന്റെ അടുത്തോ ക്രിസ്ത്യന്റെ അടുത്തോ ഈ രീതിയിലുള്ള ഒരു സമീപനം അവർ കൊണ്ടുവരുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ മുസ്ലിം ന്യൂനപക്ഷവും ക്രിസ്ത്യൻ ന്യൂനപക്ഷവും തട്ടിലിട്ട് തൂക്കി നോക്കുമ്പോൾ മുസ്ലിം ഭൂരിപക്ഷത്തിന് എണ്ണവും തൂക്കവും വണ്ണവും കൂടുതലുള്ളത് കൊണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തെ തഴഞ്ഞുകൊണ്ടാണെങ്കിലും ഹിന്ദു വിഭാഗത്തിനെ ഉപേക്ഷിച്ചുകൊണ്ടാണെങ്കിലും 33% വരുന്ന മുസ്ലിം വോട്ടിൽ കണ്ണു നട്ടുകൊണ്ട് ഉള്ള നിലപാടുകളാണ് ഇപ്പോൾ എടുക്കുന്നത്. അത് ഭരണരംഗത്താണെങ്കിലും അതുപോലെ തന്നെ പാർട്ടിക്കുള്ളിലാണെങ്കിലും പാർട്ടി നേതൃത്വ പദവികളിലാണെങ്കിലും അതുപോലെ അധികാര സ്ഥാനങ്ങൾ വീതം വെച്ച് കൊടുക്കുന്ന ഉള്ളിലാണെങ്കിലും എവിടെയും ഈ ഒരു മുൻതൂക്കമാണ് മുസ്ലിം സംഘടിത ജനവിഭാഗത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാം CPM-നെ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മൗദൂദിയുടെ പുതിയ അവതാരമാണ് പിണറായി വിജയൻ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ലക്ഷറി തോയ്ബ, ICICS എന്നൊക്കെ പറയുന്ന വലിയ ഇസ്ലാമിക ഭീകര സംഘടനകളെ കടത്തിവെട്ടുന്ന തരത്തിലുള്ള കടുത്ത നിലപാടാണ് CPM ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ CPM-നെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ആൾക്കാര് ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി അടക്കം ഇപ്പോ ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കാൻ നീക്കമുണ്ടെന്നൊക്കെ വാർത്ത വരുന്നുണ്ട്. ശരിയോ തെറ്റോ എന്നറിയില്ല. അപ്പോഴും പിണറായി വിജയൻ പറയാൻ പോകുന്നത് കേരളത്തിൽ ഞങ്ങൾ നിരോധിക്കില്ല, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ ചേർത്ത് നിർത്തും എന്ന് പറയാനും സാധ്യതയുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഈ ഇരട്ടത്താപ്പ് വളരെ വ്യക്തമാണ്. മുസ്ലിം മത സമ്മർദ്ദത്തിനും വോട്ട് ബാങ്കിനും ഇസ്ലാമിക സ്റ്റേറ്റിനും പൊളിറ്റിക്കൽ ഇസ്ലാമിനും മൗദൂദിസത്തിനും കീഴടങ്ങി കഴിഞ്ഞ ഒരു പാർട്ടിക്കുള്ളിൽ ചോരയും നീരും കൊടുത്ത് കെട്ടിപ്പടുത്ത ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന CPM-ന്റെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ ജനവിഭാഗം ഇന്ന് അവജ്ഞയോടെയും അമർഷത്തോടെയുമാണ് നോക്കിക്കാണുന്നത്. പക്ഷെ CITU-വിനകത്ത് നിന്നില്ലേ പണി കിട്ടില്ല എന്നുള്ളത് കൊണ്ടും വിവിധ സർവീസ് സംഘടനകളിലെ മെമ്പർഷിപ്പ് എടുത്ത് ദേശാഭിമാനിയും വരുത്തില്ല എങ്കിൽ കാസർഗോഡേക്ക് സ്ഥലം മാറ്റും എന്നുള്ളത് കൊണ്ടും പെൻഷൻ പറ്റിയ പെൻഷൻ പോലും തടയാൻ കെൽപ്പുള്ളവരാണ്, മടിയില്ലാത്തവരാണ് ഇതിനകത്തുള്ള ആൾക്കാർ എന്നുള്ളത് കൊണ്ടും ഭയപ്പെട്ട് പേടിച്ചാണ് CPM-നകത്ത് ഹിന്ദുക്കൾ കഴിഞ്ഞുകൂടുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യം അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. CPIM-നകത്തെ ഹിന്ദുക്കൾ പ്രാണഭയം കൊണ്ടും അതുപോലെ ജീവിത ഭയം കൊണ്ടും
ജീവിക്കാൻ മറ്റ് നിർവാഹമില്ലാത്തത് കൊണ്ടുമാണ് ഈ കാടത്തത്തിനും അടിമത്തത്തിനും അടിമയായി നിന്നുകൊണ്ട് ജീവിക്കുന്നത്. അത് കേരളത്തിലെ ഹിന്ദുക്കൾ ഇന്ന് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുകയാണ്. അല്ലാതെ നിർവാഹമില്ല. കാരണം ഭരണം അവരുടെ കയ്യിലാണ്, യൂണിയൻ അവരുടെ കയ്യിലാണ്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഭരിക്കുന്നത് അവരാണ്. അതുകൊണ്ട് അവരുടെ ഇടതുപക്ഷ യൂണിയന്റെ മെമ്പർഷിപ്പ് എടുക്കുക, ദേശാഭിമാനി എടുക്കുക, ഒരു വർഷം കിട്ടുന്ന 12 മാസത്തെ ശമ്പളത്തിൽ 2 മാസത്തെ ശമ്പളം ട്രേഡ് യൂണിയന് പിരിവായിട്ട് സമർപ്പിക്കുക. അങ്ങനെ അടിയാന്മാരായി കഴിഞ്ഞുകൂടുക. ഇപ്പോ ബ്രാഹ്മണ മേധാവിത്വം ശരിക്കും നടപ്പാക്കിയിരിക്കുന്നത് പാർട്ടിക്കകത്താണ്. പാർട്ടി നേതാക്കൾ എന്ന് പറയുന്ന ബ്രാഹ്മണരും പാർട്ടി അടിമകൾ എന്ന് പറയുന്ന മറ്റുള്ളവരും. ആ രീതിയാണ് ഇന്ന് പാർട്ടി കേരളത്തിൽ അവലംബിച്ചിരിക്കുന്ന പുതിയ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വൈരുദ്ധ്യാത്മിക അവസരവാദം. സർ, മറ്റൊന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്, പാകിസ്ഥാനെതിരെ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ 1-2 സ്ഥലത്ത് കണ്ടിട്ടുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ്, അമിത്ഷാ അദ്ദേഹം നമ്മുടെ കേരളത്തിൽ മറ്റൊരു സർജിക്കൽ സ്ട്രൈക്കിന് ഒരുങ്ങുന്നു എന്നുള്ളത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ പുതിയ ക്ഷേത്രം വരുന്ന പ്രതിഷ്ഠയായിട്ടുള്ള പിണറായി വിജയൻ തന്നെ, അതല്ലെങ്കിൽ അയാളുടെ പാർട്ടിയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ കേരളത്തിൽ ഒരു വട്ടം കൂടി ഭരണത്തിൽ വരണം എന്നുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുക എന്തൊക്കെയായിരിക്കും സർ? ഈ പ്രതിഷ്ഠയെ എടുത്തുകൊണ്ട് ആളുകൾ ഈ പറയുന്ന ഇപ്പൊ സമാധി കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. അയാളെ പിടിച്ച് സമാധിയാക്കും. എന്തായിരിക്കും സർ ഈ ഒരു വട്ടം കൂടി ഇയാളുടെ ഭരണം വന്നു കഴിഞ്ഞാൽ? ഒരു വട്ടം കൂടി CPM കേരളം ഭരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്ന് മാത്രമല്ല, UDF-ഉം കേരളം ഭരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ തന്നെ അതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇടത് വലത് മുന്നണികളെ ഏതു തരത്തിലും സഹിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ മലയാളി എത്തിക്കഴിഞ്ഞിരിക്കുക. കാരണം മലയാളി കേരളത്തിന് പുറത്തു നടക്കുന്ന സംഭവവികാസങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലോ. ഇവിടുത്തെ വിലക്കയറ്റമാണെങ്കിലും തൊഴിലില്ലായ്മയാണെങ്കിലും, അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ട്രേഡ് യൂണിയൻ ഭീകരതയാണെങ്കിലും നോക്കുകൂലിയാണെങ്കിലും, എല്ലാ രംഗത്തും മനുഷ്യനെ വീർപ്പ് മുട്ടിക്കുന്ന ഭരണമാണ് LDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ LDF-നെ താഴെ ഇറക്കി UDF-നെ കയറ്റാമെന്ന് വെച്ചാൽ അവിടെ 6 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് UDF-നെ സംബന്ധിച്ചും ആർക്കും പ്രതീക്ഷയില്ല. പിന്നെ ഇത് രണ്ടും ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളായതുകൊണ്ട് അവരുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള യാതൊരു വ്യത്യാസവുമില്ല. ഏതായാലും ഈ 2 മുന്നണികളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം BJP മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി പിണറായി വിജയനെ അധികാരത്തിൽ എത്തിക്കുക എന്നുള്ള അജണ്ട അമിത്ഷാ എന്നല്ല ആരും തന്നെ ഇഷ്ടപ്പെടും എന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും ഇനി ഈ ഒരു വിഷയത്തിൽ പിണറായി വിജയന് ക്ഷേത്രമോ എന്നുള്ള രീതിയിലുള്ള ആ വിഷയത്തിൽ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും ഭാഗമുണ്ടോ സർ പൂരിപ്പിക്കാൻ? ഇക്കാര്യത്തിൽ പ്രധാനമായും ഒരു വിഷയം അവശേഷിക്കുന്നുണ്ട്. അതായത് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തെ പണയം വെച്ചിട്ട് ഇസ്ലാമിക തീവ്രവാദത്തിന് മുമ്പിൽ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു സഖാക്കന്മാർ ഇനിയും രക്തസാക്ഷികളാകണോ, ഇനിയും വെള്ളം കോരി വിറക് വെട്ടി തുടർന്നു പോകണമോ എന്നുള്ള ചിന്ത അതീവ ഗൗരവമായി ഇന്ന് പാർട്ടിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ CPM-ന് ഉള്ളില് ഈഴവ സമുദായം അതിശക്തമായി നിലകൊള്ളുകയാണ്. കേരളത്തിലെ CPM-ന്റെ 90% പ്രവർത്തകരും ഈഴവ സമൂഹത്തിൽ നിന്നാണ്. ആ ഈഴവ സമൂഹം ഇന്ന് വെള്ളാപ്പള്ളി നടേശന്റെ കീഴിൽ SNDP ശക്തമായി നിൽക്കുക. അവിടെ അദ്ദേഹത്തിൽ നിന്നൊരു ഭീഷണി ഉണ്ടാവാതിരിക്കാൻ SNDP-യെ നെടുകെ പിളർക്കാൻ CPM പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മലബാർ കേന്ദ്രമാക്കി അവിടെ മറ്റൊരു ജാതി സംഘടന ഉണ്ടാക്കി SNDP-യിൽ നിന്ന് ആൾക്കാരെ അടർത്തിയെടുത്ത് പുതിയൊരു ജാതി സംഘടന ഉണ്ടാക്കി അതിനെ CPM-ന്റെ കീഴിലാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. ആ നീക്കം CPM സ്പോൺസേഡ് നീക്കമാണ്. അത് ഈഴവ സമുദായത്തിനിടയിൽ അന്തഛിദ്രമുണ്ടാക്കി പരസ്പരം അകറ്റി നിർത്തി തമ്മിൽ തല്ലിച്ച് 2 കൂട്ടരും ഇടിക്കുമ്പോൾ കിട്ടുന്ന ചോര കൊണ്ട് സുഖമായി ജീവിക്കാനുള്ള പിണറായി വിജയന്റെ കുറുക്കൻ ബുദ്ധിയാണ്. അപ്പോ ആ ഒരു നീക്കം ഹൈന്ദവ സമൂഹം, പ്രത്യേകിച്ച് ഈഴവ സമൂഹം, SNDP കരുതിയിരിക്കണം എന്നൊരു മുന്നറിയിപ്പ് എനിക്ക് തരാനുണ്ട്. അതാണ് അവസാനമായി കൂട്ടിച്ചേർക്കാനുള്ളത്.
മാന്യ പ്രേക്ഷകരെ, ഈ ഒരു വിഷയത്തിൽ സാറിനോട് അവസാനം ചോദിച്ച ചോദ്യത്തിൽ സമാധി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ, മഹത്തരമായിട്ടുള്ള അതല്ലെങ്കിൽ പുണ്യ അവസ്ഥയെ കൂട്ടിച്ചേർത്ത് ഈ ഒരു മാൻഡ്രേക്കിനെ പറയേണ്ടി വന്നതിൽ ചോദിച്ചതിൽ ആ ഒരു തെറ്റ് മനസ്സിലാക്കി ക്ഷമ ചോദിക്കുന്നു. അത് വരാൻ പാടില്ലാത്തൊരു ചോദ്യമായിരുന്നു എന്ന് ക്ഷമ ചോദിക്കുന്നു. എന്തായാലും ജയസൂര്യ സാർ കൃത്യമായിട്ടും ഈ വിഷയം എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന വിശ്വാസത്തോടെ തൽക്കാലം ഈ സെഷൻ സാറിന്റെ പെർമിഷനോടുകൂടി ഇവിടെ അവസാനിപ്പിക്കാം. വൈകിട്ട് 9:15 മറ്റൊരു സെഷനുമായിട്ട് ജയസൂര്യ സാർ തന്നെ വീണ്ടും വരും. അപ്പോൾ എല്ലാ മാന്യ പ്രേക്ഷകരും ഇവിടെ തന്നെ കാണണമെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളട്ടെ. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം. പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം. ഞാനും ജാമിദ ടീച്ചറൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. 2 മാസത്തേക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ കഴിയുന്നവർ കടമായിട്ട് തന്നെ സഹായിക്കണമെന്നും പറഞ്ഞുകൊണ്ടും. പക്ഷെ അതിലേക്ക് ഒരുപാട് ആളുകൾ കടമായിട്ടല്ലാതെ തന്നെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടും നമ്മളോടുള്ള ആത്മാർത്ഥത കൊണ്ടും സഹായിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കൽ തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾക്ക് ബന്ധുക്കളോ അതല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഇല്ല എന്നുള്ളതാണ് സത്യം. അത്തരത്തിൽ നമ്മുടെ ഈ ചാനൽ മേഖലയിലുള്ള അതല്ലെങ്കിൽ നമ്മളോട് സ്നേഹമുള്ള നമ്മുടെ സംഘബന്ധുക്കൾ തന്നെയാണ് നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പുറത്ത് ഒരാളോട് ഒരു രൂപ കടം ചോദിക്കാനോ അതല്ലെങ്കിൽ ഒരു രൂപ സഹായിക്കണമെന്ന് പറയാനോ പറ്റാത്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചാനലിലൂടെ പല കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ഈ എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് മാത്രമേ നമ്മൾക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് ഉള്ളൂ എന്നതാണ് സത്യം. കാരണം നമ്മൾ ഈ ചാനൽ മേഖലയിലേക്ക് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധുക്കളായാലും നമ്മുടെ സുഹൃത്തുക്കളായാലും നാട്ടുകാരായാലും നിങ്ങൾക്ക് അറിയാലോ, പ്രത്യേകിച്ച് ഞാൻ ജീവിക്കുന്നതൊക്കെ പെറ്റ് വളർന്ന് ജീവിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്, നിലമ്പൂർ സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ആയിരിക്കും ഇവരുടെയൊക്കെ ആ ഒരു ശത്രുത മനോഭാവം എന്നറിയാമല്ലോ. അതുകൊണ്ട് മാന്യ പ്രേക്ഷകർ തന്നെയാണ്, സംഘബന്ധുക്കൾ തന്നെയാണ് എന്റെ സുഹൃത്തുക്കൾ, എന്റെ ബന്ധുക്കൾ. അതുകൊണ്ട് എനിക്കിന് തളർച്ച വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് മാത്രമാണ് അഭ്യർത്ഥിക്കുക. അപ്പോൾ ജാമിദ ടീച്ചറും തന്നെ എന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ടീച്ചറും കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ബൈജുവിനെ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമാണ്. എന്റെ സുഹൃത്തുക്കളും എന്റെ ബന്ധുക്കളും എന്റെ ചാനൽ പ്രേക്ഷകർ തന്നെയാണ്. അപ്പൊ അത് കണ്ടുകൊണ്ടാണ് ജാമിദ ടീച്ചറും കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടത്. അപ്പൊ ഇതിന്റെ ആദ്യ കമന്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. വീണ്ടും പറയാം, എനിക്ക് എന്റെ വ്യക്തമായുള്ള കാര്യങ്ങൾ, അത് സഹായമായാലും അപേക്ഷയായാലും എല്ലാം എനിക്ക് വെക്കാനുള്ളത് മാന്യ പ്രേക്ഷകർക്ക് മുൻപിലാണ്. കാരണം എന്റെ സുഹൃത്തുക്കളായാലും എന്റെ ബന്ധുക്കളായാലും അതെല്ലാം എന്റെ ഈ ചാനൽ പ്രേക്ഷകർ തന്നെയാണ്. അതിലേക്ക് എന്റെ ബന്ധുക്കളായാലും എന്റെ സുഹൃത്തുക്കളായാലും എന്നെ വിട്ടുപോയത് ഈ ഒരു പച്ചയായ യാഥാർത്ഥ്യങ്ങൾ പച്ചയ്ക്ക് പറയുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സഹായിക്കാൻ പറ്റുന്നവർ ആദ്യ കമന്റ് വാച്ച് ചെയ്യുക, ആദ്യ പിൻ ചെയ്ത് വെച്ച കമന്റ് നോക്കുക എന്ന് മാത്രം വീണ്ടും അഭ്യർത്ഥിച്ചു കൊള്ളട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.